ഹായ് ഓൾ, റെനീസ് PSC സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ആനുകാലികം നോക്കാം. മെയ് ജൂൺ മാസത്തിലെയാണ് നോക്കുന്നത്. ലേറ്റസ്റ്റ് തിരുവനന്തപുരം LDCക്ക് ചോദിച്ചത് കണ്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് മെയ് ജൂൺ മാസത്തെ ആനുകാലികം നോക്കാവേ. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണ വിഷയം എന്താണ്? ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്നായിരുന്നു? മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. 2024 വിഷയം എന്ന് പറയുന്നത് എ പ്രസ് ഫോർ ദി പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദി എൻവയോൺമെൻറ്റൽ ക്രൈസിസ്. എന്താണ് എ പ്രസ് ഫോർ ദി പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദി എൻവയോൺമെൻറ്റൽ ക്രൈസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. എന്താണ്? സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോ. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യം സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ. എന്താണ് പേര് പുസ്തകത്തിൻ്റെ? ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ഷെയ്ൻ വാട്സൺ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ ഷെയ്ൻ വാട്സൺ രചിച്ച പുസ്തകമാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതയായത് ഹല്ല തോമസ് ദോത്തിർ. ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതയായത് ഹല്ല തോമസ് ദോത്തിർ. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് റെമാൽ. 2024 മെയ് 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് റെമാൽ. കേരളത്തിൽ ഇപ്പോൾ അടുത്തായിട്ട് ഒരു പുതിയൊരു മന്ത്രിയെ നിയമിച്ചില്ലേ? ആ മന്ത്രിയുടെ പേരെന്താ? OR കേളു. OR കേളു വഹിക്കുന്ന ഏത് വകുപ്പാണ്? ആർക്ക് പകരമാണ് വന്നത്? മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയ OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി. ആര് രാജിവെച്ച ഒഴിവിലാണ്? K രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായത്. എവിടെ നിന്നാണ് വന്നേ? മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയിരുന്നു ആര്? OR കേളു. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെൻ്ററി കാര്യ വകുപ്പ് MB രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകി. വയനാട്ടിൽ നിന്ന് CPMനെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ മന്ത്രി കൂടിയാണ് OR കേളു. ഇവിടെ ഓർമ്മിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന 3 വകുപ്പുകളുണ്ടായിരുന്നു. അതിലൊന്നാമത് പാർലമെൻ്ററി കാര്യ വകുപ്പ്. അത് ആർക്കാ കൊടുത്തേ? MB രാജേഷിന്. ദേവസ്വം വകുപ്പ് VN വാസവന്. പിന്നെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് OR കേളു. ഈ പോയിന്റ് ഓർത്ത് വെച്ചോണേ. LDC ഈ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിസഭ ചോദിച്ചെങ്കിലും ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കണേ. അപ്പോൾ പുതിയ മന്ത്രിയാരാണ്? OR കേളു. എവിടെ നിന്നാണ്? വയനാട് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA. ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യാൻ കൊടുത്തത്? പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി. ഇങ്ങനെ രാധാകൃഷ്ണൻ്റെ വകുപ്പുകൾ ആർക്കൊക്കെ വീതിച്ചു കൊടുത്തു? പാർലമെൻ്ററി കാര്യ വകുപ്പ് MB രാജേഷിനും, പിന്നെ ദേവസ്വം വകുപ്പ് വാസവനും VN വാസവനും, ബാക്കി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് OR കേളുവിനും നൽകി. ഓക്കെ, അത് ഓർത്ത് പഠിക്കണേ. അടുത്തത് 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയത് ആർക്കെന്നാണ് പഠിക്കാൻ പോകുന്നത്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബെക്ക് അർഹയായി. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബെക്ക് അർഹയായി.
കിഴക്കൻ ജർമ്മനിയുടെ അന്ത്യവർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 19കാരിയും 50 വയസ്സുകാരനും തമ്മിലുള്ള തീവ്ര പ്രണയകഥ പറയുന്ന കെയ്റോസ് എന്ന നോവലിനാണ് സമ്മാനം. ഏത് നോവലിനാണ് സമ്മാനം? കെയ്റോസ്. അതിൻ്റെ പ്രമേയം എന്താണ്? വിഷയം എന്താണ്? അന്ത്യവർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 19കാരിയും 50 വയസ്സുകാരനും തമ്മിലുള്ള തീവ്ര പ്രണയകഥ പറയുന്ന കെയ്റോസ് എന്ന നോവലിനാണ് സമ്മാനം. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരി കൂടിയാണ് ആരാണ്? എർപ്പൻബർഗ്. ആരാണ്? ജെന്നി എർപ്പൻബർഗ്. ഈ നോവൽ പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മൈക്കൽ ഹോഫ്മാൻ. ആരാണ്? മൈക്കൽ ഹോഫ്മാൻ ആണ് പരിഭാഷകൻ. ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ പുരുഷ പരിഭാഷകൻ കൂടിയാണ് ഹോഫ്മാൻ. അങ്ങനൊരു പോയിന്റ് ഉണ്ട്. ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ പുരുഷ പരിഭാഷകൻ കൂടിയാണ് ഹോഫ്മാൻ. സമ്മാനത്തുക £500,000, അതായത് ഏകദേശം 53 ലക്ഷം രൂപ എഴുത്തുകാരിക്കും പരിഭാഷകനും തുല്യമായി വീതിച്ച് നൽകും. മറ്റ് ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത്. ബൾഗേറിയൻ എഴുത്തുകാരനായ ജോർജി ഗോസ്പോഡിനോവിനാണ് 2023 ബുക്കർ സമ്മാനം ലഭിച്ചത്. ഈ ജോർജി ഗോസ്പോഡിൻ്റെ നോവലിൻ്റെ പേരെന്താ? ടൈം ഷെൽട്ടർ. കഴിഞ്ഞ വർഷത്തെ നോവൽ ടൈം ഷെൽട്ടർ കിട്ടിയത് ആർക്കാണ്? ജോർജി ഗോസ്പോഡിനോവ്. ഈ വർഷം കിട്ടിയത് ആർക്കാണ്? ജെന്നി എർപ്പൻബർഗ്. ജെന്നി എർപ്പൻബർഗിൻ്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഏത് കൃതിക്ക്? കെയ്റോസ്. മറക്കരുത്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹനായത് ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബർഗ്. അവരുടെ കെയ്റോസ് എന്ന നോവലിന് 2023 ആർക്കാ ലഭിച്ചത്? 2023 ലഭിച്ചത് ജോർജ് ഗോസ്പോഡിനോവ്. അവരുടെ നോവലായ ടൈം ഷെൽട്ടർ. അടുത്തത് 5ാം തവണയും പുതിൻ. എന്താണ്? റഷ്യയിൽ 5ാം തവണയും പ്രസിഡന്റായി വ്ളാഡിമിർ പുതിൻ അധികാരമേറ്റു. അപ്പോൾ ഈ തവണ റഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിൻ. ബോറിസ് എൽത്സിൻ്റെ പ്രസിഡന്റായിരിക്കെ ഒരിക്കൽ കൂടെ പറയാവേ. റഷ്യയിൽ 5ാം തവണ പ്രസിഡന്റ് ആര്? വ്ളാഡിമിർ പുടിൻ. പിന്നെ 1999 ആദ്യമായി പുടിൻ ആക്ടിംഗ് പ്രസിഡന്റ് ആയത്. മുഴുവൻ വായിച്ചെടുക്കണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. 1999 പുടിൻ റഷ്യൻ പ്രസിഡന്റായി, ആക്ടിംഗ് പ്രസിഡന്റായി. 2012 പ്രസിഡന്റായി. 1999 എന്താണ്? ആക്ടിംഗ് പ്രസിഡന്റായി. തുടർന്ന് പ്രധാനമന്ത്രിയുമായി. 2012 പ്രസിഡന്റായി. 2020 നടപ്പാക്കിയ നിയമപ്രകാരം 2036 വരെ പുതിന് അധികാരത്തിൽ തുടരാനാകും. അപ്പോൾ എന്ന് വരെ തുടരാനാകും? 2036 വരെയാണ്. 2036 വരെ. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് വിജയിച്ചത്. അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വ്ളാഡിമിർ പുടിൻ. അത്രയും ഓർത്താൽ മതിയേ. അടുത്തത് അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. എന്ത് പുരസ്കാരം? പെൻ പിൻഡർ പുരസ്കാരം. എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയ്ക്ക് 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചു. 2024 പെൻ പിൻഡർ പുരസ്കാരം ആർക്കാ ലഭിച്ച? അരുന്ധതി റോയ്. മനുഷ്യാവകാശ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. എന്താണ്? മനുഷ്യാവകാശ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹാരോൾഡ് പിൻഡറിൻ്റെ സ്മരണാർത്ഥം വർഷം തോറും നൽകി വരാറുള്ള പുരസ്കാരമാണിത്. കോമൺവെൽത്ത് രാജ്യങ്ങൾ, കോമൺവെൽത്തിൽ അംഗങ്ങളായിട്ടുള്ള മുൻ രാജ്യങ്ങൾ, UK, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്കാണ് പെൻ പിൻഡർ പുരസ്കാരം നൽകാറുള്ളത്. ഇവിടെ ഓർക്കാനുള്ളത് എന്താണ്? പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗംഗയെ നിരീക്ഷിക്കാൻ ഇ-ഫ്ലോ. ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയെ നിരീക്ഷിക്കാൻ ഇ-ഫ്ലോ മോണിറ്ററിംഗ് സിസ്റ്റം അവതരിപ്പിച്ച് കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിൻ്റെ വിഭാഗമായ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഇവിടെ മെയിൻ എന്താ ഓർക്കേണ്ടത്? ചിലപ്പോൾ ചോദിക്കും എന്താണ് ഇ-ഫ്ലോ എന്താണ്? എന്താണ്? ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയെ നിരീക്ഷിക്കാനുള്ള മോണിറ്ററിംഗ് സിസ്റ്റമാണ് എന്ത്? ഇ-ഫ്ലോ. ഇത് അവതരിപ്പിച്ചത് കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിൻ്റെ വിഭാഗമായ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. 2018 കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിനെ തുടർന്ന്
തുടർന്നാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. നദികളുടെ ഒഴുക്ക്, ജലത്തിൻ്റെ ഗുണനിലവാരം, അണക്കെട്ടുകളുടെ സ്വാധീനം എന്നിവ തുടർച്ചയായി വിശകലനം ചെയ്യുന്നതിനായാണ് സിസ്റ്റം വികസിപ്പിച്ചത്. ഗംഗയ്ക്ക് പുറമെ യമുന, മറ്റ് പോഷക നദികൾ എന്നിവ സിസ്റ്റത്തിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് ഓർക്കേണ്ടത്? എന്താണ് ഈ ഫ്ലോ? എന്താണ് ഈ ഫ്ലോ? ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയെ നിരീക്ഷിക്കാനുള്ള മോണിറ്ററി സിസ്റ്റമാണ് ഈ ഫ്ലോ. അത് പഠിച്ചാൽ മതിയേ. ഇതാണ് അരുന്ധതി റോയ്, അറിയാലോ എല്ലാവർക്കും. അടുത്തൊരു പോയിന്റ്, ബ്രിട്ടനിൽ ഇപ്പോൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ബ്രിട്ടനിൽ 14 വർഷം ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് പരാജയം. 650 സീറ്റിൽ 412 സീറ്റ് നേടി ലേബർ പാർട്ടി അധികാരത്തിലെത്തി. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമറാണ് പുതിയ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനാക് പദവി രാജിവെച്ചു. അത് ഓർത്തോണം, കാരണം ഋഷി സുനാക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് അത് ഓർത്ത് വയ്ക്കണം. ഇപ്പോഴത്തെ ബ്രിട്ടൻ പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ. ഏത് പാർട്ടിയാണ്? ലേബർ പാർട്ടി. ഏത് പാർട്ടിയാണ് കെയർ സ്റ്റാമർ? ലേബർ പാർട്ടി. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ്. കോട്ടയം സ്വദേശിയായ ആരാണ്? സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയായി. അതും ഓർത്തു വയ്ക്കണേ, മലയാളി ആയതുകൊണ്ട്. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആദ്യ മലയാളിയായി. ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് സോജൻ മത്സരിച്ചത്. ഇവിടെ വേറെ ഒന്ന് ഓർമ്മിക്കണം, 2 പോയിന്റ്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരാണ്? കെയർ സ്റ്റാമർ. പിന്നെ കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയായി. പിന്നെ കെയർ സ്റ്റാമർ ഏത് പാർട്ടിയാണ്? ലേബർ പാർട്ടി. അടുത്തത്, കേരളത്തിൽ കോളനി എന്ന പദം ഇനിയില്ല. അതായത് കോളനി ഇനിയില്ല. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഇനി മുതൽ നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകളിൽ അറിയപ്പെടും. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഇനി മുതൽ നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകളിൽ അറിയപ്പെടും. കോളനി, സങ്കേതം, ഊർ എന്നിവയ്ക്ക് പകരമാണ് പുതിയ പേരുകൾ. എന്തൊക്കെയാണ് മാറിയത്? കോളനി, സങ്കേതം, ഊര്. കോളനി, സങ്കേതം, ഊര് എന്നിവയ്ക്ക് പകരം എന്തൊക്കെ ആയി? നഗർ, ഉന്നതി, പ്രകൃതി. നഗർ, ഉന്നതി, പ്രകൃതി. ഇതിനൊക്കെ പകരം കോളനി, സങ്കേതം, ഊര്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി രാധാകൃഷ്ണനാണ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. മന്ത്രി പദവി ഒഴിയുന്നതിന് മുൻപാണിത്. പ്രാദേശികമായി താൽപ്പര്യമുള്ള കാലാനുസൃതമായ പേരുകൾ ഉപയോഗിക്കാമെന്ന് ഉത്തരവിൽ പരാമർശമുണ്ട്. ഇവിടെ എന്താ ഓർമ്മിക്കേണ്ടത്? കോളനി എന്ന പദം ഇനിയില്ല. കോളനി, സങ്കേത, ഊര് എന്ന പദങ്ങൾ ഇനിയില്ല. അതിന് പകരം നഗർ, ഉന്നതി, പ്രകൃതി. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുക മന്ത്രി രാധാകൃഷ്ണനാണ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത്. അതായത് രാധാകൃഷ്ണൻ ഇറങ്ങുന്നതിന് മുൻപ്, അതായത് അവസാനമായി ഒപ്പുവെച്ചത് ഏതാണ്? ഈ ഉത്തരവിലാണ്. ഓക്കെ. പിന്നെ ഒരു പോയിന്റ് ഓർത്തോണേ, മന്ത്രി രാധാകൃഷ്ണന് എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആലത്തൂരിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൂടെ ഓർത്ത് വയ്ക്കണേ, ചിലപ്പോൾ ചോദിച്ചാലോ, PSC അല്ലേ, എവിടെ നിന്ന് വേണോ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ആര്? ശ്രീനിവാസ് R കുൽക്കർണി. കിഴക്കിൻ്റെ നോബൽ എന്നാണ് ഷാ പ്രൈസ് അറിയപ്പെടുന്നത്. എന്തായിരുന്നു? കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസ് R കുൽക്കർണി. ആര്? ശ്രീനിവാസ് R കുൽക്കർണി. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം സ്പെയിൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 99ാമത്തെ രാജ്യം ഏതാണ്? സ്പെയിൻ. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? BRP ഭാസ്കർ. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ ആരുടെ കൃതി? BRP ഭാസ്കർ. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം സെമരു. ഇന്തോനേഷ്യയിൽ 90 മിനിറ്റിനിടെ 5 തവണ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം സെമരു. 2024 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ ഏതൊക്കെ കൃതികളാണ്? തുളസീദാസ് രചിച്ച രാമചരിതമാനസ്, വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന രചിച്ച സഹൃദയ ലോകന. തുളസീദാസ് രചിച്ച രാമചരിതമാനസ്, വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന രചിച്ച സഹൃദയ
ലോകന. എന്താണ്, ഏത് അവാർഡാണ്? 2024 യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൃതികളാണ് തുളസിദാസ് രചിച്ച രാമചരിതമാനസ്, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധന രചിച്ച സഹൃദയ ലോകന. അടുത്ത ക്വസ്റ്റ്യൻ, മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആൽഗ ഒയിഡോക്ലാഡിയം സഖ്യാദ്രിക്കം. ഒയിഡോക്ലാഡിയം സഖ്യാദ്രിക്കം പണ്ടത്തെ പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ഇപ്പം ഒയിഡോക്ലാഡിയം അതെന്താണ് അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ കാണുന്നില്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയില്ലാതില്ല, അതുകൊണ്ട് പഠിക്കുക. മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ആൽഗ ഒയിഡോക്ലാഡിയം സഖ്യാദ്രിക്ക. ആൽഗ ഒയിഡോക്ലാഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ് 31 വരെ കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടി നൽകിയ DRDO ചെയർമാൻ്റെ പേര് സമീർ കാമത്ത്. അപ്പോൾ DRDOയുടെ ചെയർമാൻ ആരാണ്? സമീർ കാമത്ത്. രാജ്യത്ത് ആദ്യമായി രോഗവ്യാപന ശേഷി ഇല്ലാത്ത നിപ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചത് എവിടെ? തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങളെ വികസിപ്പിച്ചത് എവിടെ? തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, തോന്നയ്ക്കൽ. രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്വേ സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരണാസി, ഉത്തർപ്രദേശ്. എന്താണ്, രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്വേ സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരണാസി, ഉത്തർപ്രദേശ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ്? റോട്ടർഡാം, നെതർലാൻഡ്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് റോട്ടർഡാം, നെതർലാൻഡ്. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ഹേംചന്ദ് മാഞ്ചി. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ഹേംചന്ദ് മാഞ്ചി. 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. 2024 ലോക മാതൃദിനം എന്നാണ്? മെയ് 12. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം. സാധാരണ മാതൃദിനം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്? മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി മേരി സഹേലി. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി മേരി സഹേലി. കരസേനയുടെ പുതിയ മേധാവിയെ ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേനയുടെ പുതിയ മേധാവിയെ ചുമതലയേറ്റത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. ആരുടെ? ചട്ടമ്പി സ്വാമിയുടെ 100ാമത് സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. അപ്പോൾ 25ാമത് പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റഫീഖ് അഹമ്മദ്. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. ആരാണ് വർഗീസ് കോശി എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ആയിരുന്നു വർഗീസ് കോശി. തെലങ്കാനയുടെ സംസ്ഥാന ഗാനം ജയ ജയ ഹേ തെലങ്കാന. എന്താണ് തെലങ്കാനയുടെ സംസ്ഥാന ഗാനം? ജയ ജയ ഹേ തെലങ്കാന. മുംബൈയിലെ നാവികസേന ചിൽഡ്രൻ സ്കൂൾ വിദ്യാർത്ഥിനിയായ കാമ്യ ഏത് നേട്ടമാണ് സ്വന്തമാക്കിയത്? എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും. എന്താണ് കാമ്യയുടെ പ്രത്യേകത എന്താണ്? എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയും ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ കോപ്റ്റർ പൈലറ്റ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ കോപ്റ്റർ പൈലറ്റ് ആരാണ്? സബ് ലഫ്റ്റനന്റ് അനാമിക രാജു. ആരാണ്? സബ് ലഫ്റ്റനന്റ് അനാമിക രാജു. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ കോപ്റ്റർ പൈലറ്റ് ആരായിരുന്നു? അനാമിക രാജു. സബ് ലഫ്റ്റനന്റ് അനാമിക രാജു. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ. ഏഷ്യൻ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇമാനുവൽ സൗബേരൻ. വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ഇമാനുവൽ സൗബേരൻ. ഫോബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ.
ഫോബ്സ് മാസികയുടെ 2024 കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരം സോഫി എക്ലൈസ്റ്റോൺ. ഇംഗ്ലണ്ടിൻ്റെ താരമായ സോഫി എക്ലൈസ്റ്റോൺ ആണ് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 100 വിക്കറ്റ് നേടുന്ന വനിതാ താരം. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ്? ശക്തി. അപ്പോൾ ശക്തി ആരൊക്കെ ചേർന്നുള്ളതാണ്? ഇന്ത്യയും ഫ്രാൻസും. സൈനിക അഭ്യാസമാണ് ശക്തി. ഇന്ത്യയും ഫ്രാൻസും ചേർന്നുള്ള സൈനികാഭ്യാസം. അടുത്തിടെ വാട്സപ്പിൽ ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനം മെറ്റ AI. അടുത്തിടെ വാട്സപ്പിൽ ഏർപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനം മെറ്റ AI. മെറ്റ AI റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ തിരുവനന്തപുരം LDC ചോദിച്ചത് ഓർമ്മയുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് അസം സെക്രട്ടേറിയറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏതാണ്? അസം സെക്രട്ടേറിയറ്റ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ്? കോഴിക്കോട്. ആദ്യത്തെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. പോർച്ചുഗലിലെ ബ്രാഗയിൽ നടന്ന യുനെസ്കോ സർഗാത്മക സമ്മേളനത്തിൽ കോഴിക്കോടിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തത് മേയർ ബീന ഫിലിപ്പും കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനിയുമാണ്. 2023 ഒക്ടോബറിലാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചതെന്നാണ് 2023 ഒക്ടോബറിൽ. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം മൈത്രി. ഇന്ത്യയും തായ്ലൻഡും മൈത്രി. ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജൽപായ്ഗുഡി എന്ന സ്ഥലം ജൽപായ്ഗുഡി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്താണ്? ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജൽപായ്ഗുഡി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? പശ്ചിമ ബംഗാൾ. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി അവയുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി അവയുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചി. അതായത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCM എവിടെ വെച്ചാണ് നടന്നത്? കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ ഹൈക്കോടതി സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അനുവദിച്ച ആദ്യ ഹൈക്കോടതി സിക്കിം. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന റൺസ് നേടുന്ന ആദ്യ ടീം ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന റൺസ് നേടുന്ന ആദ്യ ടീം ഏതാണ്? ഇന്ത്യ. വിശ്രുതനായ ഏത് എഴുത്തുകാരൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജൂൺ 3 ആചരിച്ചത്? ഫ്രാൻസ് കാഫ്ക. വിശ്രുതനായ ഏത് എഴുത്തുകാരൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ജൂൺ 3 ആചരിച്ചത്? ഫ്രാൻസ് കാഫ്ക. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസ. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം. എന്ത് സംവിധാനം? റെയിൽവേ. ആരാണ് പദ്ധതി തയ്യാറാക്കിയത്? USA നാസ. 2024 ലോക പരിസ്ഥിതി ദിനാചരണ വിഷയം ലാൻഡ് റിസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ടോട്ട് റെസിലിയൻസ്. എന്താണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണ വിഷയം? ലാൻഡ് റിസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ടോട്ട് റെസിലിയൻസ്. ഈ ക്വസ്റ്റ്യന് റിലേറ്റഡിലാണ് നമുക്ക് 2 മാർക്ക് PSC തന്നത് LDC തിരുവനന്തപുരത്ത് കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്തത്, കൽക്കരി ഗ്യാസിഫിക്കേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണ്? കസ്ത കൽക്കരി ഖനി, ജാർഖണ്ഡ്. കൽക്കരി ഗ്യാസിഫിക്കേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതി നടപ്പാക്കുന്നത് കസ്ത കൽക്കരി ഖനി, ജാർഖണ്ഡ്. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? S മണികുമാർ. എന്താണ്? തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? S മണികുമാർ. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഫാനം. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഫാനം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കൊച്ചി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി പോഡ, പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. പോഡയുടെ ഫുൾ ഫോം എന്താണ്? PODA കേട്ടോ.
പോളിസി ഫോർ പ്രിവെൻഷൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കൊച്ചി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി പോഡ. കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി സഞ്ചാരികളേക്ക് തുറന്നുകൊടുത്ത സ്മാരകം ഹലൂബർ യുദ്ധസ്മാരകം. കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്ത സ്മാരകം ഹലൂബർ യുദ്ധസ്മാരകം. കുനോ നാഷണൽ പാർക്കിന് പുറമെ ചീറ്റകളെ പാർപ്പിക്കാൻ പദ്ധതിയെന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഗാന്ധിനഗർ, മധ്യപ്രദേശ്. ഈ കുനോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചോ. കുനോ നാഷണൽ പാർക്കിന് പുറമെ ചീറ്റകളെ പാർപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഗാന്ധിനഗർ, മധ്യപ്രദേശ്. ഓക്കെ, നമ്മൾ ഏകദേശം മെയ് ജൂണിൽ വന്ന തൊഴിൽ വാർത്തയിൽ വന്ന ഏകദേശം കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടുണ്ട്. എല്ലാവരും പഠിച്ചാലേ ഇത് ഉറക്കുകയുള്ളൂ, മനസ്സിൽ ഉറക്കണ്ടേ. 2-3 വട്ടം വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്താൽ നമുക്കിത് മനസ്സിലുറക്കും. ഇനി വരുന്ന LDCക്ക് ചോദിച്ചാൽ മാർക്ക് കിട്ടും നമുക്ക്. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ.